നമസ്കാരം. നമ്മൾ ഇന്ന് ഭരണഘടനയിൽ ഒരുപാട് ടോപ്പിക്കുകൾ നമ്മൾ ഇന്ന് കവർ ചെയ്യാണ്. എന്നും PSCയുടെ റിപ്പീറ്റഡ് ഏരിയയിൽ വരുന്നതാണ് കേട്ടോ. വരാൻ പോകുന്ന ഏതൊരു എക്സാം മുന്നിൽ കണ്ടുകൊണ്ടും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. എങ്ങനെ PSC ഭരണഘടനയിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ്, ഈ മേഖലയിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ് ലെവൽ എങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് അത് നേരിടാൻ പറ്റും. ഫുൾ പുതിയ SSCRT ആണ് കേട്ടോ. ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ ഇന്ന് നോക്കിക്കോളൂ, ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ചിട്ടുള്ള ഏതൊക്കെ ആശയങ്ങളാണ് നെഹ്റുവിന്റെ ലക്ഷ്യപ്രമേയത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്? അപ്പൊ നമുക്കറിയണം, ലക്ഷ്യപ്രമേയം അല്ലെ, ലക്ഷ്യപ്രമേയമാണ് പിന്നീട് എന്തായിട്ട് മാറിയത്? ആമുഖമായിട്ട് മാറിയത് അല്ലെ. അപ്പൊ ആരുടെയാണ് ലക്ഷ്യപ്രമേയം? നെഹ്റുവിന്റെയാണ് അല്ലെ. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയിൽ ഒരു പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് പ്രിയാമ്പിൾ അല്ലെങ്കിൽ ആമുഖം എന്ന് പറയുന്നത്. ഈ ആമുഖം രൂപപ്പെട്ടത് എങ്ങനെയാണ്? നെഹ്റുവിന്റെ ലക്ഷ്യപ്രമേയത്തിൽ നിന്നാണ്. മനസ്സിലാക്കണം കേട്ടോ. ഓരോ പോയിന്റും ഓരോ മുൻകാല ചോദ്യങ്ങളാണ്. അവ നോക്കാം, എന്തൊക്കെയാണ് ലക്ഷ്യപ്രമേയത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. നോക്കിക്കേ, പോരെ സ്റ്റേറ്റ്മെന്റ് ലെവല് ചോദ്യങ്ങൾ വന്നാൽ നേരിടാൻ മതി അല്ലേ. അപ്പൊ ലക്ഷ്യപ്രമേയത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ: സമത്വം, നിയമത്തിന് മുന്നിൽ സമത്വം, പദവി സമത്വം, ആവിഷ്കാര സ്വാതന്ത്ര്യം, സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയപരവുമായ നീതി. ഇത്രയും 5 കാര്യങ്ങളാണ് നെഹ്റുവിന്റെ ലക്ഷ്യപ്രമേയത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. മനസ്സിലായോ? നെഹ്റുവിന്റെ ലക്ഷ്യപ്രമേയത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? സമത്വം, ഓക്കെ. പിന്നെ നിയമത്തിന് മുമ്പുള്ള സമത്വം, പദവി സമത്വം, ആവിഷ്കാര സ്വാതന്ത്ര്യം, സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയപരവുമായ നീതി. അദ്ദേഹം നീതി എന്ന ആശയം ഇന്ത്യൻ ഭരണഘടനയിൽ കടമെടുത്തിരിക്കുന്നത് ഏത് ഭരണഘടനയിൽ നിന്നാണ്? റഷ്യൻ ഭരണഘടനയിൽ നിന്നാണ്. ഇനി സ്വാതന്ത്ര്യം, സമത്വം, ഇതൊക്കെ എവിടെ നിന്നാണ്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം? ഫ്രഞ്ച് അല്ലേ. ഓക്കെ, ഫ്രാൻസ് അല്ലെ. നമുക്കറിയാം, ഫ്രഞ്ച് വിപ്ലവത്തിലൊക്കെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ് അല്ലെ. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നെഹ്റുവിന്റെ ലക്ഷ്യപ്രമേയത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് കേട്ടോ. ഇനി അടുത്ത് നമുക്ക് നോക്കാം, ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തിലെ ഏതെല്ലാം ആശയങ്ങളാണ് ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾച്ചേർന്നിരിക്കുന്നത്? അപ്പൊ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾച്ചേർന്നിരിക്കുന്നത് പരമാധികാരം ജനങ്ങൾക്ക്, മതേതരത്വം, സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയപരമായിട്ടുള്ള നീതി, ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യം. ഇതൊക്കെയാണ് ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾച്ചേർന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഇത് രണ്ടും തമ്മിൽ കൺഫ്യൂഷൻ വരാൻ പാടില്ല. നെഹ്റുവിന്റെ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ആമുഖമായി എന്ന് പറഞ്ഞത് അല്ലെ. അപ്പൊ ലക്ഷ്യപ്രമേയത്തിലുള്ള ഈ കാര്യങ്ങളാണ് അല്ലെ, ഇത്രയും കാര്യങ്ങളാണ് ലക്ഷ്യപ്രമേയത്തിൽ ഉള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ലക്ഷ്യപ്രമേയം. ഓക്കെ, ഈ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ആമുഖമായി മാറിയത്. അപ്പൊ ആ ആമുഖത്തില് ലക്ഷ്യപ്രമേയത്തിലെ എല്ലാ ആശയങ്ങളും എന്ത് ചെയ്തിട്ടില്ല? ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഏതെല്ലാം ആശയങ്ങളാണ് ഉൾപ്പെടുത്തിയത് എന്ന് ചോദിച്ചാൽ, പരമാധികാരം ജനങ്ങൾക്ക്, മതേതരത്വം, സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയപരമായിട്ടുള്ള നീതി, ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യം. ഇത്രയും കാര്യങ്ങളാണ് ലക്ഷ്യപ്രമേയത്തിൽ നിന്ന് ആമുഖത്തിലേക്ക് എടുത്തിരിക്കുന്നത്. മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ് വൺ നോക്കിക്കേ, ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യൻ ഭരണഘടനയെ സ്വീകരിച്ചത് എന്നാണ്? ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യൻ ഭരണഘടനയെ സ്വീകരിച്ചത് 49 നവംബർ മാസം 26. 1949 നവംബർ മാസം 26. തെറ്റാൻ പാടില്ല കേട്ടോ. 49 നവംബർ 26 മറക്കരുത്. ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? കണ്ടോ, നിങ്ങൾ SSCRT ഇരുന്ന് പാരഗ്രാഫ് വായിച്ചാകുമ്പോഴേക്കും പകുതി സവിശേഷതകളൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് പോയിട്ടുണ്ടാവും അല്ലെ. എന്നാ ഓർഡറായിട്ട് അങ്ങോട്ട് പഠിച്ചു വെക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ ഭരണഘടന ബൃഹത്തായതാണ് അല്ലെ. ഏറ്റവും വലിയ ഭരണഘടനയാണ് അല്ലെ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടനയുള്ളത് ആർക്കാണ്? ഇന്ത്യൻ ഭരണഘടനയാണ്. അതാണ് ബൃഹത്തായത് എന്ന് പറയുന്നത്. പാർലമെന്ററി ജനാധിപത്യ മൂല്യങ്ങളെയാണ് ഇത് ഉയർത്തിപ്പിടിക്കുന്നത്. പാർലമെന്ററി ജനാധിപത്യം ദൃഢവും അയവുള്ളതുമായ ഭരണഘടനയാണ് അല്ലെ. ദൃഢമാണ്, കഠിനമാണ്, എന്നാൽ
അയവും ആണ്. ദൃഢവും അയവുള്ളതുമായ ഘടനയാണ്. മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉണ്ട് അല്ലെ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ അല്ലെ. 36 മുതൽ 51 വരെ ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ പ്രതിനിധാനം ചെയ്യുന്നത് മാർഗനിർദ്ദേശക തത്വങ്ങളെയാണ്. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ, ഇന്ന് കാണുന്ന എല്ലാ നീതിന്യായ കോടതികളും അല്ലെ എന്താണ് അതും ഭരണഘടനയുടെ സവിശേഷതയാണ്. സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനങ്ങൾ. കാര്യനിർവഹണ വിഭാഗത്തിലെ അംഗങ്ങൾ നിയമനിർമ്മാണ സഭയിൽ നിന്നുള്ളവരായിരിക്കണം അല്ലെ. കാര്യനിർവഹണ വിഭാഗത്തിലെ അംഗങ്ങൾ നിയമനിർമ്മാണ സഭയിൽ നിന്നുള്ളവര് ആയിരിക്കണം. ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട അടിസ്ഥാന അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ. അപ്പൊ മൗലിക അവകാശങ്ങൾ, കാര്യനിർവഹണ വിഭാഗം, ഇതൊക്കെ എന്താണ് ഭരണഘടനയുടെ സവിശേഷതകളിൽ വരുന്നതാണ്. പൗരർ രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളാണ് മൗലിക കർത്തവ്യം അല്ലെ. അപ്പൊ മൗലിക കർത്തവ്യങ്ങൾ. അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. അതിനെ എന്താ പറയാ നമ്മള്? ലിസ്റ്റുകൾ എന്ന് പറയും അല്ലെ. അപ്പൊ ഇതൊക്കെ എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളിൽ വരുന്നതാണ്. അപ്പൊ എന്തൊക്കെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളിൽ വരുന്ന ഒന്നാമത്തെ പോയിന്റ്? ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ ഭരണഘടന ഏറ്റവും വലിയ ഭരണഘടന അല്ലെ, ഏറ്റവും വലിയ ഭരണഘടനയാണ്. പിന്നെ എന്താണ്? പാർലമെന്ററി ജനാധിപത്യമാണ്. ദൃഢവും അയവുള്ളതുമാണ്. മാർഗനിർദ്ദേശക തത്വങ്ങളുണ്ട്, നീതിന്യായ വ്യവസ്ഥയുണ്ട്, ഭരണഘടനാ സ്ഥാപനങ്ങളുണ്ട്. കാര്യനിർവഹണ വിഭാഗത്തിലെ അംഗങ്ങൾ നിയമനിർമ്മാണ സഭയിൽ നിന്നുള്ളവര് ആയിരിക്കണം. അതേപോലെ മൗലിക അവകാശം, മൗലിക കർത്തവ്യം, ലിസ്റ്റുകൾ, ഇതൊക്കെ എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതയിൽ വരുന്ന കാര്യങ്ങളാണ്. ഇനി എന്താണ് ഫെഡറലിസം അല്ലെ? എല്ലാ ഡിഗ്രി ലെവൽ അടക്കം LGS നിന്ന് തുടങ്ങി ഡിഗ്രി ലെവൽ വരെ ചോദ്യങ്ങൾ കയറി ഇറങ്ങുന്ന മേഖലകളാണ് നമ്മളിപ്പോൾ പഠിച്ചു പോകുന്നത്, പുതിയ SCERT ബേസ് ചെയ്തിട്ടോ. അപ്പൊ എന്താണ് ഫെഡറലിസം? നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഫെഡറലിസം. എന്താണ് ഫെഡറലിസം? ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ അധികാരം 2 തലങ്ങളിലേക്ക് വിഭജിക്കപ്പെടുന്ന ഭരണ സംവിധാനമാണ് ഫെഡറലിസം എന്ന് പറയുന്നത്. അധികാരം എന്ത് ചെയ്യുകയാണ്? 2 തലങ്ങളിലേക്ക്. ഏതാ 2 തലം? കേന്ദ്രവും ഉണ്ട്, സംസ്ഥാനവും ഉണ്ട് അല്ലെ. കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റുകളും അധികാരം പങ്കിടുന്ന ഭരണ ക്രമീകരണമാണ് ഫെഡറലിസം എന്ന് പറയുന്നത്. ഇനി തെറ്റിക്കാൻ പാടില്ല കേട്ടോ. എന്താണ് ഫെഡറലിസം എന്ന് പറഞ്ഞാൽ? അധികാരം കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റുകൾക്കുമായിട്ട് പങ്കിടുന്ന ഭരണ ക്രമീകരണത്തെയാണ് എന്ത് പറയുന്നത്? ഫെഡറലിസം എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യ ഫെഡറൽ സംവിധാനം സ്വീകരിക്കാൻ കാരണമുണ്ടായത്? എന്തുകൊണ്ടാണ് ഇന്ത്യ ഫെഡറൽ സംവിധാനം സ്വീകരിച്ചത്? നമ്മുടെ രാജ്യത്തിന്റെ വൈവിധ്യവും ഐക്യവും പരിപാലിക്കുന്നതിനും പ്രാദേശിക പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിലൂടെ വിഘടനവാദ പ്രവണതകളെ ഫലപ്രദമായി ചെറുക്കുന്നതിന് അല്ലെ. എന്താ പ്രാദേശിക പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിലൂടെ എന്ന് പറയുന്നത്? നമുക്കറിയാം, ഇപ്പൊ അധികാരം കേന്ദ്ര ഗവൺമെന്റിന് മാത്രമാണെങ്കിൽ ഒരിക്കലും ചെറിയ അല്ലെ ഗ്രാമപ്രദേശങ്ങളിലേക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, വികസനം കാഴ്ചവെക്കാനായിട്ട് സാധിച്ചു എന്ന് വരില്ല. എന്നാൽ സംസ്ഥാന ഗവൺമെന്റിന് അധികാരം കൊടുത്തു കഴിഞ്ഞാൽ സംസ്ഥാന ഗവൺമെന്റ് എന്ത് ചെയ്യും? അധികാരങ്ങൾ അതിന്റെ താഴെ തട്ടിലുള്ള ഓരോ ഭാഗങ്ങളിലേക്ക്, നമുക്കറിയാം പഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് അല്ലെ, അങ്ങനെ ഉണ്ട് അല്ലെ. അപ്പൊ അവിടേക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ അല്ലേ ഗ്രാമപ്രദേശങ്ങളിലും നഗരപ്രദേശങ്ങളിലും ഒക്കെ വികസനം കൊണ്ടുവരുന്നത് ആണ്. അപ്പൊ അങ്ങനെയൊക്കെ പ്രാദേശിക പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിലൂടെ വിഘടനവാദ പ്രവണതകളെ ഫലപ്രദമായി ചെറുക്കുന്നതിനും ഫെഡറൽ സംവിധാനം സ്വീകരിച്ചത് കൊണ്ട് കാരണമാകുന്നുണ്ട് അല്ലെ. അപ്പൊ ഫെഡറലിസം എന്താണെന്ന് തെറ്റിക്കാൻ പാടില്ല. ഇന്ത്യ ഫെഡറൽ സംവിധാനം സ്വീകരിച്ചിരിക്കുന്നതിന്റെ കാരണവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം. നോക്കിയേ, കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും ഇടയിൽ അധികാരം പങ്കിടുന്നതിലൂടെ ജനാധിപത്യം ഊട്ടി ഉറപ്പിക്കുന്നതിനും ട്ടോ. കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും ഇടയിലെ അധികാരം പങ്കിടുന്നതിലൂടെ ജനാധിപത്യം അല്ലെ, ഡെമോക്രസി എന്ത് ചെയ്യാൻ പറ്റും? ഊട്ടി ഉറപ്പിക്കാൻ. ഒന്നുകൂടി അത് ജനാധിപത്യത്തിന്റെ ശക്തി കൂടുകയേ ചെയ്യുകയുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഇന്ത്യ ഭരണഘടന ഫെഡറലിസം സ്വീകരിക്കാൻ കാരണം. ഇനി എന്തൊക്കെയാണ് ഫെഡറലിസത്തിന്റെ സവിശേഷതകൾ? എന്തൊക്കെയാണ് ഫെഡറലിസത്തിന്റെ സവിശേഷതകൾ? നോക്കിയേ, സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ അല്ലെ, കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം, അർദ്ധ ഫെഡറൽ സംവിധാനം, ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ. ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ എന്ന് പറയുമ്പോൾ അത് ലോകസഭയും രാജ്യസഭയും ചേർന്നതാണ് നമ്മുടെ ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുന്നത് അല്ലെ. ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുന്നത് ലോകസഭയും രാജ്യസഭയും പ്രസിഡന്റും കൂടി ചേർന്നതാണ് എന്ത് പറയുന്നത്? ദ്വിമണ്ഡലം എന്ന് പറയുന്നത് അല്ലെ, പാർലമെന്റ് എന്ന് പറയുന്നത്.
ബുദ്ധിമണ്ഡലം എന്ന് പറഞ്ഞാൽ ലോകസഭയും രാജ്യസഭയും. അധികാര വിഭജനത്തിൽ കൂടുതൽ വിഷയങ്ങളും പ്രധാനപ്പെട്ട അധികാരങ്ങളും കേന്ദ്രത്തിനാണ്, സംസ്ഥാനങ്ങൾക്കല്ല. ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരങ്ങളിൽ കേന്ദ്രത്തിനാണ് മേൽക്കൈ. ഭരണഘടന ഭേദഗതി ചെയ്യാൻ ആർക്കാണ് അധികാരം? കേന്ദ്രത്തിനാണ് ഏറ്റവും കൂടുതൽ അധികാരമുള്ളത്. ഏക പൗരത്വം. ഭരണഘടനയുടെ പരമാധികാരം. കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായിട്ട് ഒരു പൊതു ഭരണഘടന. ഇതന്നെ ക്വസ്റ്റ്യൻസ് എത്ര പ്രാവശ്യം വന്നിട്ടുണ്ടെന്നറിയോ? കേന്ദ്രത്തിന് വേറെ, സംസ്ഥാനങ്ങൾക്ക് വേറെ ഭരണഘടന ഉണ്ടോ? ഇല്ല. ഒറ്റ ഭരണഘടന, അല്ല, ഇന്ത്യക്ക് ഒരു പൊതു ഭരണഘടന, അത്രയേ ഉള്ളൂ അല്ലേ? അപ്പൊ എന്തൊക്കെയാണ് ഫെഡറലിസത്തിന്റെ സവിശേഷതകൾ? 1 by 1 പഠിച്ചോളണം. 1 by 1 ആയിട്ട് തന്നെ പഠിച്ച് മാറ്റുക. ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് റിവിഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം. കേന്ദ്രത്തിന് കുറെ വിഷയങ്ങൾ കൊടുത്തിട്ടുണ്ട്, സംസ്ഥാനങ്ങൾക്ക് സംസ്ഥാനങ്ങളുടെ അധികാര പരിധിയിൽ വരുന്ന വിഷയങ്ങൾ കൊടുത്തിട്ടുണ്ട്. ലിസ്റ്റുകളാണ് അല്ലെ, അങ്ങനെ വിഭജിച്ചു കൊടുത്തിരിക്കുന്നത് ലിസ്റ്റുകൾ എന്ന് പറയും അല്ലെ. അർദ്ധ ഫെഡറൽ സംവിധാനം. അർദ്ധ ഫെഡറൽ സംവിധാനം. ഈ അർദ്ധ ഫെഡറൽ സംവിധാനം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്ന ഏത് രാജ്യത്തിൽ നിന്നാണ്? കാനഡയിൽ നിന്നാണ് അല്ലെ. ഇനി ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ. അധികാര വിഭജനത്തിൽ കൂടുതൽ വിഷയങ്ങളും പ്രധാന അധികാരങ്ങളും. അധികാര വിഭജനം, അപ്പൊ സംസ്ഥാനങ്ങൾക്കും അധികാരം കൊടുത്തിട്ടുണ്ട്, കേന്ദ്രത്തിനും അധികാരം കൊടുത്തിട്ടുണ്ട് അല്ലെ. ഏറ്റവും കൂടുതൽ അധികാരം ആർക്ക് തന്നെയാണ്? കേന്ദ്രത്തിന് തന്നെയാണ്. ഭരണഘടനാ ഭേദഗതി അല്ലെ. എന്താണ് ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച്? ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാ? 368. എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് അല്ലെ. ആ ഭേദഗതി ചെയ്യാനുള്ള അധികാരങ്ങളിലും ആർക്കാണ് മേൽക്കൈ? കേന്ദ്രത്തിനാണ്. ഏക പൗരത്വമാണ് അല്ലെ. സിറ്റിസൺഷിപ്പ് ഏകമാണ് അല്ലെ, ഏക പൗരത്വമാണ്. അതുപോലെ ഭരണഘടനയുടെ പരമാധികാരം അല്ലെ. ഭരണഘടന എന്താണോ പറയുന്നത് അതാണ് നമ്മൾ അനുസരിക്കുന്നത്, അല്ലാണ്ട് നമ്മൾ പറയുന്നതല്ല ഭരണഘടന അനുസരിക്കുന്നത്. അതുകൊണ്ടാണ് ഭരണഘടനയുടെ പരമാധികാരം. കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായിട്ട് ഒരു പൊതു ഭരണഘടനയാണ് ഉള്ളത്. ഇനി അധികാര വിഭജനം പരാമർശിക്കുന്ന ഭരണഘടനയുടെ പട്ടിക ഏതാണ്? 7ാം പട്ടികയാണ്. 7ാമത്തെ പട്ടികയിലാണ് ലിസ്റ്റുകളെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നത്. അധികാര വിഭജനം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമാണ് അധികാര വിഭജനം അല്ലെ. അത് പരാമർശിക്കുന്ന ഭരണഘടനയുടെ പട്ടികയാണ് 7ാം പട്ടിക. അധികാര വിഭജനം എന്താണ്? അധികാര വിഭജനം എന്ന് പറയുന്നത് ഡിവിഷൻ ഓഫ് പവേഴ്സ്. നമുക്ക് നോക്കിയാലോ. ഇനി മറക്കുവോ? 7ാം പട്ടിക മറക്കുവോ? ആ അധികാര വിഭജനം ഏതാണ് പട്ടിക? 7ാമത്തെ പട്ടികയിലാണ്. ലിസ്റ്റുകൾ അല്ലെ. അധികാര വിഭജനം നമുക്ക് നോക്കാം. യൂണിയൻ ലിസ്റ്റ് ഉണ്ട്, സംസ്ഥാന ലിസ്റ്റ് ഉണ്ട്, സമവർത്തി ലിസ്റ്റ് അല്ലെങ്കിൽ കൺകറന്റ് ലിസ്റ്റ് അല്ലെ. അപ്പൊ നോക്കാം. അതേപോലെ തന്നെ അവശേഷിക്കുന്ന അധികാരങ്ങൾ അല്ലെങ്കിൽ റെസിഡ്യൂറി പവേഴ്സ് അല്ലെങ്കിൽ നമ്മൾ അവശിഷ്ടാധികാരങ്ങൾ എന്നൊക്കെ പറയും. അപ്പൊ ഇത്രയും കാര്യങ്ങളിലൂടെയാണ് ഓരോരുത്തർക്കായിട്ട് അധികാരങ്ങൾ വിഭജിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പൊ നോക്കാം. യൂണിയൻ ലിസ്റ്റ് ഉണ്ട്, സംസ്ഥാന ലിസ്റ്റ് ഉണ്ട്, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, പിന്നെ റെസിഡ്യൂറി പവേഴ്സ്. 4ഉം വേറിട്ട് പഠിച്ചിരിക്കണം. യൂണിയൻ ലിസ്റ്റ് എന്താ? യൂണിയൻ നമുക്കറിയാം, യൂണിയൻ ഗവൺമെന്റ് അല്ലെ. ഗവൺമെന്റ് എപ്പോഴും എന്താ? ഒരു യൂണിയൻ ആണ് അല്ലെ. കേന്ദ്ര ഗവൺമെന്റിന്, ഇവിടെ ശ്രദ്ധിക്കണേ, കേന്ദ്ര ഗവൺമെന്റിന് സമ്പൂർണ്ണ നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ ഒരു പട്ടികയാണ്. കേന്ദ്ര ഗവൺമെന്റിന് മാത്രമാണ് യൂണിയൻ ലിസ്റ്റില് അധികാരം. ഭരണഘടന നിലവിൽ വന്നപ്പോൾ എത്ര വിഷയങ്ങൾ ഉണ്ടായിരുന്നു? 97 വിഷയങ്ങളാണ് ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഉണ്ടായിരുന്നത് കേട്ടോ. ഉദാഹരണം ഏതൊക്കെയാണ് യൂണിയൻ ലിസ്റ്റിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ അധികാരത്തിൽ വരുന്നത്? വിദേശകാര്യം, പ്രതിരോധം, റെയിൽവേ, ബാങ്കിങ്, പൗരത്വം. ഇതൊക്കെ, ഇത് മാത്രമല്ല, ഇതിൽ കൂടുതലുണ്ട്, മെയിൻ ആയിട്ടുള്ള കാര്യം. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം, ഇതൊക്കെ കേന്ദ്ര സംസ്ഥാനങ്ങൾക്കൊന്നും ഇതിൽ കൈകടത്താൻ കഴിയില്ല അല്ലെ. ഒക്കെ കേന്ദ്രത്തിന് മാത്രമേ അധികാരം കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതൊക്കെ വിദേശകാര്യം അല്ലെ, പ്രതിരോധം, റെയിൽവേ, ബാങ്കിങ്, പൗരത്വം തുടങ്ങിയവയെല്ലാം യൂണിയൻ ലിസ്റ്റിൽ വരുന്നതാണ്. ഇനി എന്താണ് സ്റ്റേറ്റ് ലിസ്റ്റ്? സാധാരണഗതിയിൽ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് നിയമനിർമ്മാണ അധികാരമുള്ള വിഷയമാണ് സ്റ്റേറ്റ് ലിസ്റ്റ് അല്ലെ. സംസ്ഥാനം എന്ന് പറയുമ്പോൾ തന്നെ അതിൽ തന്നെ ഉണ്ട്, അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമുള്ളൂ അല്ലെ. സംസ്ഥാന ലിസ്റ്റ്, ഇവിടെ കേന്ദ്രം. ഓക്കെ. അപ്പൊ തുടക്കത്തിൽ എത്ര വിഷയങ്ങളുണ്ട്? 66 വിഷയങ്ങൾ ഉണ്ടായിരുന്നു. കൃഷി, ജയില്, പോലീസ്, തദ്ദേശ സ്വയംഭരണം തുടങ്ങിയവയൊക്കെ സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നതാണ്. പഠിച്ചു വെക്കണേ. ഇതൊന്നും വെറുതെ ഇങ്ങനെ ടിക്കറ്റ് പോകേണ്ട സാധനങ്ങളല്ല. പഠിച്ച് മനസ്സിലേക്ക് മാറ്റണം. കൃഷി, ജയില്, പോലീസ്, തദ്ദേശ സ്വയംഭരണം തുടങ്ങിയവയെല്ലാം സംസ്ഥാന ലിസ്റ്റിൽ വരുന്നതാണ്. ഇനി എന്താണ് കൺകറന്റ് ലിസ്റ്റ്? എങ്കിൽ
രണ്ടാൾക്കും കൂടി ഒപ്പം കൂടി കൊടുക്കണ്ടേ? കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിനും നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളെ പഠിക്കണം. അപ്പൊ ഇതിൽ എന്ത് ചെയ്യാം? ഈ ലിസ്റ്റുകളില് കേന്ദ്ര ഗവൺമെന്റിനും നടത്താം, സംസ്ഥാന ഗവൺമെന്റുകൾക്കും നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടികയാണ്. തുടക്കത്തിൽ 47 വിഷയങ്ങളാണ് എന്ത് ചെയ്തത്? ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ 47 വിഷയങ്ങളാണ് ഉണ്ടായിരുന്നത്. ഉദാഹരണം ഏതൊക്കെയാണ്? കൺകറന്റ് ലിസ്റ്റ് അല്ലെങ്കിൽ സമവർത്തി. മലയാളം വാക്കും കൂടി പഠിക്കണം കേട്ടോ. അപ്പൊ അല്ലെങ്കിൽ അവിടെ എത്തുമ്പോൾ മറക്കും. സമവർത്തി ലിസ്റ്റ് അല്ലെങ്കിൽ കൺകറന്റ് ലിസ്റ്റ് ഏതൊക്കെയാണ്? വിദ്യാഭ്യാസം, വനം, വരുന്നതൊക്കെ പഠിച്ചേ. വിദ്യാഭ്യാസം, വനം, വിവാഹം, പിന്നെ ട്രേഡ് യൂണിയനുകള്, ജനന മരണ രജിസ്ട്രേഷൻ. ഇതൊക്കെ എന്താണ്? കൺകറന്റ് ലിസ്റ്റിൽ വരുന്നതാണ്. വനം, വിവാഹം, വിദ്യാഭ്യാസം, പിന്നെ ട്രേഡ് യൂണിയൻസ്, ജനന മരണ രജിസ്ട്രേഷൻ മുതലായവ സമവർത്തി ലിസ്റ്റിൽ വരുന്നതാണ്. ഇനി എന്താണ് റെസ്യൂച്ചറി പവേഴ്സ് അല്ലെങ്കിൽ അവശേഷിക്കുന്ന അധികാരം അല്ലെങ്കിൽ അവശിഷ്ടാധികാരങ്ങൾ എന്നൊക്കെ പറയാറുണ്ട്. 3 അധികാര പട്ടികകളിലും ഏതാ 3 അധികാരം? യൂണിയനും സംസ്ഥാനവും സമവർത്തിയും. ഈ 3 അധികാര പട്ടികയിൽ ഉൾപ്പെടാത്ത വിഷയങ്ങളെ അവശേഷിക്കുന്ന അധികാരങ്ങൾ എന്നാണ്. അവശേഷിക്കുന്നതാണല്ലോ, ബാക്കിയുള്ളതാണല്ലോ. ഇവയിൽ നിയമനിർമ്മാണ അധികാരം ആർക്കാണ്? കേന്ദ്ര ഗവൺമെന്റിന് മാത്രമാണ്. അപ്പൊ യൂണിയൻ ലിസ്റ്റിനും റെസ്യൂച്ചറി പവേഴ്സ് അല്ലെങ്കിൽ അവശിഷ്ട അധികാരങ്ങൾക്കും നിയമനിർമ്മാണ അധികാരം കേന്ദ്രത്തിന് മാത്രമാണ്. സൈബർ നിയമം അതിലൊറ്റ വിഷയമാണ്. ഉദാഹരണം സൈബർ നിയമ എന്താണ്? അവശേഷിക്കുന്ന അധികാരമാണ്. റെസ്യൂച്ചറി പവേഴ്സിൽ വരുന്നതാണ് അധികാരം. നിയമനിർമ്മാണ അധികാരം കേന്ദ്ര ഗവൺമെന്റിന് മാത്രമാണ്. അപ്പൊ ലിസ്റ്റുകളെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും പഠിച്ചിരിക്കണം. നെക്സ്റ്റ്, നമ്മുടെ ഭരണഘടന വ്യവസ്ഥ ചെയ്യുന്ന അധികാരം വേർതിരിക്കൽ സംവിധാനത്തിലെ 3 ഘടകങ്ങൾ. എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഇപ്പൊ നമ്മൾ ഇന്ന് കാണുന്ന ഓരോ അധികാരങ്ങൾ എവിടെ എത്തി, എവിടെ ആരെന്ത് ചെയ്യുന്നു, എവിടെ പിന്നീട് അത് എത്തുന്നു, ഇതൊക്കെ നമ്മൾ പഠിക്കണം അല്ലേ? അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് അധികാരം വിഭജന വേർതിരിക്കലിൽ 3 ഘടകങ്ങൾ? ഒന്ന് നിയമനിർമ്മാണ സഭ അല്ലെ, ലെജിസ്ലേച്ചർ, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം, ജുഡീഷ്യറി അല്ലെ. ലെജിസ്ലേറ്റർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. അപ്പൊ ഈ നിയമനിർമ്മാണത്തിൽ ആരൊക്കെ വരും? കാര്യനിർവഹണ വിഭാഗത്തിൽ ആരൊക്കെ വരും? നീതിന്യായ വിഭാഗത്തിൽ ആരൊക്കെ വരും? പഠിച്ചിരിക്കണം. അപ്പൊ ഇത് 3 ആദ്യം ആദ്യം പഠിക്കാൻ എന്ത് ചെയ്യണം? ഇത് 3 പഠിക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ 3 ആദ്യം മനസ്സിലെത്തി പഠിച്ചേ. എങ്ങനെയാണ് അധികാരം വേർതിരിക്കുന്നത്? നിയമനിർമ്മാണ സഭ അല്ലെ, നിയമനിർമ്മാണം അല്ലെ, ലെജിസ്ലേറ്റർ നിയമം നിർമ്മിക്കണ്ടേ? ആദ്യം എന്ത് ചെയ്യണം? നിയമം നിർമ്മിക്കണം. നിയമം നിർമ്മിക്കുന്നത് എപ്പോഴും എവിടുന്ന? പാർലമെന്റ് എന്നാണ് അല്ലെ. ആ നിർമ്മിച്ച നിയമം എന്ത് ചെയ്യണം? നടപ്പിലാക്കണം അല്ലേ? അത് ആര് ചെയ്യും? കാര്യനിർവഹണ വിഭാഗങ്ങൾ ചെയ്യും അല്ലേ? ഇനി അതിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ കോർട്ടിൽ പോകണം അല്ലേ? അതെവിടെയാ? നീതിന്യായ വിഭാഗം, ജുഡീഷ്യറിയിൽ വരും. നമുക്ക് ഏതൊക്കെയാണ് എന്ന് പഠിക്കാം. നിയമനിർമ്മാണ സഭ പഠിച്ചോളാണ് കേട്ടോ. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് നിയമനിർമ്മാണ സഭ, എന്നിട്ട് കാര്യനിർവഹണ വിഭാഗം, എന്നിട്ട് നീതിന്യായ പഠിക്കാം. നിയമനിർമ്മാണ സഭയുടെ അധികാരങ്ങൾ എന്തെല്ലാമാണ്? പഠിച്ചോളണം. നിയമനിർമ്മാണ സഭയുടെ അധികാരങ്ങൾ. ഇന്ത്യൻ നിയമനിർമ്മാണ സഭയുടെ പേര് എന്ന് പറയുന്നത് എന്താണ്? പാർലമെന്റ് എന്നാണ്. ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയുടെ പേര് എന്താണ്? പാർലമെന്റ് എന്ന് പറയുന്നു. രാജ്യത്തിന് ആവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കുക എന്നതാണ് പാർലമെന്റിന്റെ പ്രാഥമിക ധർമ്മം. വിവിധങ്ങളായ ജനാഭിലാഷങ്ങളെ മുൻനിർത്തിയും കാലാനുസൃതമായ പരിവർത്തനങ്ങളെ സാധ്യമാക്കുന്നതിനും പുതിയ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനും വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കാറുണ്ട്. മനസ്സിലായോ? അപ്പൊ നിയമനിർമ്മാണ സഭ എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്? പാർലമെന്റ് ആണ്. നിയമങ്ങൾ നിർമ്മിക്കുകയാണ് പ്രാഥമിക ധർമ്മം. ഇനി ഇന്ത്യൻ പാർലമെന്റ് ഒരു ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണെന്ന് പറയാൻ കാരണം എന്താണ്? അല്ലേ? എന്തുകൊണ്ട് ദ്വിമണ്ഡല? ദ്വി പറഞ്ഞാൽ 2 അല്ലേ? ലോകസഭ, രാജ്യസഭ എന്നീ 2 സഭകൾ ഉള്ളത് കൊണ്ടാണ് ഇന്ത്യൻ പാർലമെന്റ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ്. തെറ്റിക്കലേ ഇരുന്ന് ഒരു ലാഘവത്തോടെ ഇരുന്ന് ക്ലാസ് കാണരുത്. സീരിയസ് ആയിട്ട് തന്നെ ക്ലാസ്സുകൾ കണ്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇനി വരുന്ന എല്ലാ എക്സാമുകളും സ്റ്റേറ്റ്മെന്റ് കൊണ്ടുള്ള ആറാട്ടായിരിക്കും. അത് നിങ്ങളത് തരണം ചെയ്യണമെങ്കിൽ ഇങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക. ഇങ്ങനെ പഠിക്കാൻ എളുപ്പമല്ലേ? SCERT ഇരുന്ന് പോയിന്റ് ഉണ്ടാക്കി നോട്ട് എഴുതി പഠിക്കുന്നേക്കാൾ നല്ലതല്ലേ ഇങ്ങനെ പഠിക്കുന്നത്? ഓക്കെ. അപ്പൊ ഇന്ത്യൻ പാർലമെന്റ് ഒരു ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണെന്ന് പറയാൻ കാരണം ലോകസഭയും രാജ്യസഭയും ഉള്ളത് കൊണ്ടാണ്.
വലിപ്പവും വൈവിധ്യമുള്ള രാജ്യങ്ങൾ സാധാരണയായി അവയുടെ ദേശീയ നിയമനിർമ്മാണ സഭയിൽ 2 സഭകൾ ഉണ്ട്. അപ്പൊ നമ്മൾ അറിയാം നമ്മുടെ ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് ഏറ്റവും വലിയ അല്ലേ, ഏറ്റവും വലിയ രാജ്യമാണ് അല്ലേ. ഏറ്റവും വലിയ രാജ്യം എന്ന് പറയുന്നതിൽ എന്താ, ഒരുപാട് ജനസംഖ്യ ഉള്ളതാണ് അല്ലേ, ഒരുപാട് ജനസംഖ്യയുള്ള ഒരു രാജ്യമാണ്. അപ്പൊ ഒരു വലിയൊരു രാജ്യം തന്നെയാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. അതുകൊണ്ട് വലിപ്പവും വൈവിധ്യമുള്ള രാജ്യങ്ങൾ എപ്പോഴും എന്ത് ചെയ്യും, ലോകസഭയും രാജ്യസഭയുമുള്ള 2 സഭകൾ സ്ഥാപിക്കാറുണ്ട്. രാജ്യത്തെ എല്ലാ വൈവിധ്യങ്ങളെയും, വൈവിധ്യം എന്ന് പറഞ്ഞാൽ ജനങ്ങളെയും പ്രദേശങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്നതിന് ഇത് സഹായകമാണ്. ജനാധിപത്യപരമായ ചർച്ചകളും സംവാദങ്ങളും സാധ്യമാക്കുന്നതിൽ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ പ്രധാന പങ്കുവഹിക്കുന്നു. ഓക്കെ, ഇനി സംസ്ഥാനങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്ന ഘടകം ഏതാണ്? സംസ്ഥാനങ്ങളിൽ ഇപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് ആരാ നിയമനിർമ്മാണം നടത്തുന്നത്? നമ്മുടെ സംസ്ഥാനത്തെ നിയമനിർമ്മാണ സഭയാണ് അല്ലെ. ഇനി നിയമനിർമ്മാണ സഭയുടെ ചുമതലകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിയമം നിർമ്മിക്കണം. നിയമനിർമ്മാണ സഭയുടെ അപ്പൊ നമ്മൾ ഫസ്റ്റ് പഠിച്ചു അധികാര വിഭജനത്തില് നിയമനിർമ്മാണ സഭ, പിന്നെന്താ കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗമാണ് പഠിച്ചത്. അതിൽ നിയമനിർമ്മാണ സഭയെ കുറിച്ചിട്ടാണ് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിയമനിർമ്മാണ സഭയുടെ ചുമതലകൾ എന്തൊക്കെയാണ്? നിയമം നിർമ്മിക്കണം, പൊതുഖജനാവിന്റെ സംരക്ഷകനായിട്ട് പ്രവർത്തിക്കണം. നിയമനിർമ്മാണ സഭ എന്ന് പറഞ്ഞാൽ ആരാണ്? നിയമനിർമ്മാണ സഭ എന്താണ്? പാർലമെന്റ് ആണ് അല്ലേ. ആ പാർലമെന്റിന്റെ ചുമതലകൾ എന്തൊക്കെയാണെന്നാ ചോദിക്കുന്നത്. നിയമം നിർമ്മിക്കുക, പൊതുഖജനാവിന്റെ സംരക്ഷകനായിട്ട് പ്രവർത്തിക്കുക, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളിൽ പങ്കാളികളാകുക, എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുക, ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായിട്ട് പ്രവർത്തിക്കുക, ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും. ഓക്കെയാണോ? അപ്പൊ എന്തൊക്കെയാണ് നിയമനിർമ്മാണ സഭയുടെ? നിയമനിർമ്മാണ സഭ എന്ന് പറഞ്ഞാൽ പാർലമെന്റ് ആണ്. പാർലമെന്റ് എന്ന് പറയുന്നത് ലോകസഭയും രാജ്യസഭയും രാഷ്ട്രപതിയും കൂടി ചേർന്നതാണ് ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുന്നത്. ആ പാർലമെന്റിന്റെ ചുമതലകൾ എന്ന് പറയുന്നത് നിയമം നിർമ്മിക്കുക, പൊതുഖജനാവിന്റെ സംരക്ഷകനായിട്ട് പ്രവർത്തിക്കുക, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാവുക, എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുക, ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായിട്ട്, അപ്പൊ ജുഡീഷ്യൽ പവർ വരുന്നുണ്ടോ, അധികാരിയായിട്ട് പ്രവർത്തിക്കുക, ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും. ഭരണഘടനാ ഭേദഗതിയെ എന്ത് ചെയ്യണം? പരിഗണിക്കലും അംഗീകരിക്കലും ഒക്കെ നടത്തുന്നത് പാർലമെന്റ് ആണ്. പഠിച്ചല്ലോ. ഇനി പാർലമെന്റിന്റെ 2 സഭകളായ ലോകസഭയുടെയും രാജ്യസഭയുടെയും പ്രധാനപ്പെട്ട സവിശേഷതകൾ നമുക്ക് നോക്കാം. അപ്പോ ഇവിടെ മണ്ഡലം തന്നിട്ടുണ്ട് അല്ലെ. മണ്ഡലം, ലോകസഭ ഏത് മണ്ഡലമാണ്? അധോസഭ അല്ലെ, അധോ മണ്ഡലം എന്നറിയപ്പെടുന്നു. അതേപോലെ രാജ്യസഭ ഉപരിമണ്ഡലം അല്ലെ, ഉപരിസഭ എന്നും അറിയപ്പെടുന്നു. അതിലെ രാജ്യസഭയിൽ തന്നെ എടുക്കണം കേട്ടോ. അധോസഭ ചോദ്യങ്ങളാണ്, ഇതെല്ലാം പ്രീവിയസ് ആണ്. ലോകസഭ എന്ന് പറയുന്നത് അധോസഭ എന്നറിയപ്പെടുന്നു. രാജ്യസഭ എന്നറിയപ്പെടുന്നത്, രാജ്യസഭ അറിയപ്പെടുന്നത് ഏതാ? ഉപരിസഭ എന്നാണ്. ഇനി അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? അംഗങ്ങളെ നേരിട്ടാണ് തെരഞ്ഞെടുക്കുന്നത്. ലോകസഭയിലേക്ക് നമ്മുടെ കേരളത്തിൽ നിന്നും 20 പേരെ അയക്കുന്നില്ലേ, നമ്മളല്ലേ തെരഞ്ഞെടുത്തിട്ട് അയക്കുന്നത്. ഇനി അംഗങ്ങളെ നേരിട്ട് തെരഞ്ഞെടുക്കുന്നില്ല. രാജ്യസഭയിൽ നമ്മൾ എവിടെയെങ്കിലും വോട്ട് ചെയ്യാൻ പോയിട്ടുണ്ടോ? രാജ്യസഭയ്ക്ക് വേണ്ടി നമ്മളുടെ വോട്ടുണ്ടോ? ഇല്ല അല്ലേ. അതുകൊണ്ട് പരോക്ഷ തെരഞ്ഞെടുപ്പാണ് അല്ലെ അവിടെ നടക്കുന്നത്. അംഗങ്ങളെ നേരിട്ട് തെരഞ്ഞെടുക്കുന്നില്ല. പക്ഷെ നമ്മൾ ലോകസഭയിലേക്ക് നമ്മൾ നേരിട്ടാണ് തെരഞ്ഞെടുക്കുന്നത്. പ്രായപരിധി ലോകസഭയിലേക്കാണെങ്കിൽ 25 വയസ്സാകണം, രാജ്യസഭയിലേക്കാണെങ്കിൽ 30 വയസ്സ് പൂർത്തിയായിരിക്കണം കേട്ടോ. അല്ല ഇതൊക്കെ കഴിഞ്ഞവർ നോക്കിക്കോട്ടെ, ഒരു കൈ നോക്കിക്കോ. ലോകസഭയ്ക്കും രാജ്യസഭയിലേക്കൊക്കെ മത്സരിക്കണേ. പ്രായപരിധി 25 വയസ്സ് പൂർത്തിയാകണം. ലോകസഭയിലേക്ക് രാജ്യസഭയാണെങ്കിൽ 30 വയസ്സ് പൂർത്തിയായിരിക്കും മത്സരിക്കാം. ഇവിടെ കാലാവധി 5 വർഷമാണ്. 5 വർഷമാണ് കേട്ടോ. രാജ്യസഭയ്ക്ക് കാലാവധിയില്ല. രാജ്യസഭ സ്ഥിരം സഭയാണ്. ഓക്കെ, അപ്പൊ ലോകസഭയുടെ കാലാവധി എത്രയാണ്? 5 വർഷമാണ്. ഇനി രാജ്യസഭയുടെ കാലാവധി എന്താണ്? സ്ഥിരം സഭയാണ്. രാജ്യസഭയ്ക്ക് കാലാവധിയില്ല, സ്ഥിരം സഭയാണ്. മനസ്സിലാകണം കേട്ടോ. അപ്പൊ ലോകസഭയിലെ അംഗങ്ങളുടെ കാലാവധിയും 5 വർഷം തന്നെയാണ്. എന്നാൽ രാജ്യസഭയുടെ അംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ് കേട്ടോ. ഇവിടെ ശ്രദ്ധിക്കണം, അംഗങ്ങളുടെ കാലാവധിയാണ് 6 വർഷം. പക്ഷെ രാജ്യസഭയ്ക്ക് കാലാവധിയില്ല, രാജ്യസഭ സ്ഥിരം സഭയാണ്. അംഗസംഖ്യ പരമാവധി അംഗസംഖ്യ 550, അംഗസംഖ്യ രാജ്യസഭയിൽ 250 അല്ലെ. പഠിക്കെളുപ്പമാണ് അല്ലെ. 550, 250. അധ്യക്ഷൻ, ലോകസഭയുടെ അധ്യക്ഷൻ സ്പീക്കറാണ്. രാജ്യസഭയുടെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതിയാണ്. ഇതിലെ ഓരോ ബോക്സുകളും ചോദ്യങ്ങളാണ്, ഓരോ ലൈനുകളും
ഇത്രയും നേരം തന്നതിലും ചോദ്യങ്ങളാണ്. വൺ വേർഡ് ആയിട്ട് ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും, സ്റ്റേറ്റ്മെന്റ് തന്നാലും നിങ്ങൾക്ക് ഇത് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ വൺ വേർഡ് ചോദ്യങ്ങൾ വന്നാൽ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യും. സ്റ്റേറ്റ്മെന്റ് വന്നാൽ അതുക്കും ഇത്. ഓക്കെ, ഇതോടെ പഠിച്ചല്ലോ. അപ്പൊ ലോകസഭയാണ് അധോസഭ എന്നറിയപ്പെടുന്നത്. അംഗങ്ങളെ നേരിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. 25 വയസ്സ് പൂർത്തിയായിരിക്കണം. 5 വർഷമാണ് കാലാവധി. അതേപോലെ അംഗസംഖ്യ 550 ആണ്. അധ്യക്ഷൻ സ്പീക്കറാണ്. ഇനി രാജ്യസഭ ഉപരിസഭ എന്നറിയപ്പെടുന്നു. അംഗങ്ങളെ നേരിട്ടൊന്നും തിരഞ്ഞെടുക്കുന്നില്ല. 30 വയസ്സ് പൂർത്തിയായിരിക്കണം. സ്ഥിരം സഭയാണ്. അംഗസംഖ്യ 250 ആണ്. അധ്യക്ഷൻ ഉപരാഷ്ട്രപതിയാണ്. കേരളത്തിൽ എത്ര ലോകസഭാ മണ്ഡലങ്ങളുണ്ട്? അവയുടെ പേരുകളൊക്കെ കണ്ടെത്താം. കേരളത്തിൽ എത്ര ലോകസഭാ മണ്ഡലങ്ങളുണ്ട്? ചോദ്യം വരുന്നത് ചോദിച്ചതാണ്. നമ്മുടെ തന്നിട്ടുള്ളതിൽ ലോകസഭാ മണ്ഡലത്തിൽ ഉൾപ്പെടാത്തത് ഏത് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. പഠിച്ചു വെക്കണം. 2025 ഒരു എക്സാമിന് ചോദിച്ചു തന്നിട്ടുണ്ട്. 4 ഓപ്ഷൻ തന്നിട്ട് ഇതിൽ ലോകസഭാ മണ്ഡലത്തിൽ ഉൾപ്പെടാത്തത് ഏത് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ എത്ര ലോകസഭാ മണ്ഡലങ്ങളുണ്ട്? അവയുടെ പേരുകൾ കണ്ടെത്തുക. അപ്പൊ ഏതൊക്കെയാണ് ലോകസഭാ മണ്ഡലങ്ങൾ? മൊത്തം എത്രയാണ്? 20. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞതാണ്. 20 ലോകസഭാ മണ്ഡലങ്ങളുണ്ട്. ഒന്ന് കാസർഗോഡ്, കണ്ണൂര്, വടകര, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പൊന്നാനി, പാലക്കാട്, ആലത്തൂര്, തൃശ്ശൂര്, ചാലക്കുടി, എറണാകുളം, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ, മാവേലിക്കര, പത്തനംതിട്ട, കൊല്ലം, ആറ്റിങ്ങൽ, തിരുവനന്തപുരം. ഇത്രയും ലോകസഭാ മണ്ഡലങ്ങളാണ് നമ്മുടെ കേരളത്തിലുള്ളത്. ഇതും എല്ലാം പഠിച്ചു വെക്കണം. അതപ്പോൾ ഇതിങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് അന്ന് ചോദിച്ചത് കേട്ടോ. ഇതിലന്ന് ചോദിച്ചത് പൊന്നാനിയാണോ മാവേലിക്കരയാണോ, ഇതിൽ രണ്ടിൽ ഏതോ ഒന്നാണ് അന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. പഠിക്കണേ. പൊന്നാനി, മാവേലിക്കര, അതുപോലെ ഈ ആലത്തൂര്, ആറ്റിങ്ങല്, ഇതൊക്കെ എടുത്ത് പഠിക്കണം കേട്ടോ. വടകര പഠിക്കണം കേട്ടോ. ഇനി ബില്ലുകൾ വിവിധ തരമുണ്ട്. എന്താണ് ബില്ല്? നോക്കിക്കേ. ഗവൺമെന്റ് ബില്ലുണ്ട്, സ്വകാര്യ ബില്ലുണ്ട്, ധനബില്ലുണ്ട്, ധനേതര ബില്ലുണ്ട്. എത്ര തരം ബില്ലുകളുണ്ട്? 4 ബില്ലുണ്ട്. ഗവൺമെന്റ് ബില്ലുണ്ട്. ഗവൺമെന്റ് ബില്ല് പറയുമ്പോൾ മന്ത്രിമാർ അവതരിപ്പിക്കുന്ന ബില്ലാണ് ഗവൺമെന്റ് ബില്ല്. ഗവൺമെന്റ് പറയുമ്പോൾ നമുക്കറിയാലോ ഒരു മന്ത്രിമാരൊക്കെ ഉണ്ടാവില്ലേ, അപ്പൊ അങ്ങനെ കണക്കാക്കാം. മന്ത്രിമാർ അവതരിപ്പിക്കുന്ന ബില്ലാണ് ഗവൺമെന്റ് ബില്ല്. ഇനി സ്വകാര്യ ബില്ല് എന്താ? മന്ത്രി അല്ലാത്ത പാർലമെന്റ് അംഗം അവതരിപ്പിക്കുന്ന ബില്ല്. ഓക്കെ, ഗവൺമെന്റ് ബില്ല് എന്ന് പറഞ്ഞാൽ മന്ത്രിമാർ അവതരിപ്പിക്കുന്ന ബില്ല്. ഇനി സ്വകാര്യ ബില്ല് എന്ന് പറഞ്ഞാൽ എന്താ? മന്ത്രിമാർ അല്ലാത്തവരായിരിക്കണം, പക്ഷെ പാർലമെന്റ് അംഗം കൂടിയിട്ടായിരിക്കണം. ഇനി ധനബില്ല് എന്ന് പറഞ്ഞാൽ പൊതുഖജനാവിലേക്കുള്ള ധനസമാഹരണവും ചെലവഴിക്കലും സംബന്ധിച്ച ബില്ല്. പൊതുഖജനാവിലേക്കുള്ള ധനസമാഹരണവും ചെലവഴിക്കലും സംബന്ധിച്ച ബില്ലാണ്. ഇനി ധനേതര ബില്ല് എന്ന് പറയുമ്പോൾ ധനബില്ലുകൾ അല്ലാത്തവയാണ്. ഭരണഘടനാ ഭേദഗതി ബില്ലും സാധാരണ ബില്ലുകളുമാണ് ധനേതര ബില്ലായിട്ട് കണക്കാക്കുന്നത് കേട്ടോ. ഭരണഘടനാ ഭേദഗതി ബില്ല് ശ്രദ്ധിക്കണേ, ധനേതര ബില്ലിന് ഉദാഹരണമാണ്. നന്നായിട്ട് പഠിക്കണം കേട്ടോ. ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് ഏത് സഭയിലാണ്? ലോകസഭയിലാണ് കേട്ടോ. ധനബില്ലിന് രാജ്യസഭയിൽ ഒരു പ്രാധാന്യവും ഇല്ല. പൂർണ്ണമായ ഉത്തരവാദിത്തം ധനബില്ലിന് ലോകസഭയിൽ തന്നെയാണ്. ഇനി ഒരു ബില്ല് നിയമമാകുന്നതിന്റെ വിവിധ ഘട്ടങ്ങൾ എങ്ങനെയൊക്കെയാണ്? ഒരു ബില്ല് നിയമമാകണമെങ്കിൽ 1ാം വായന കഴിയണം, 2ാം വായന കഴിയണം, 3ാം വായന കഴിയണം. ആ 1ാമത്തെ വായനയിൽ ധനബിൽ അല്ലാത്ത ഏതൊരു ബില്ലും, ധനബില്ല് നമ്മൾ പറഞ്ഞു ഓൺലി ലോകസഭയ്ക്ക് മാത്രമാണ് അധികാരം, രാജ്യസഭയ്ക്ക് അവിടെ റോളേ ഇല്ല. അപ്പൊ 1ാം വായനയിൽ ധനബില്ല് അല്ലാത്ത ഏതൊരു ബില്ലും ഇരുസഭകളിൽ ഏതെങ്കിലും ഒന്നിൽ, ഏതാ ഇരുസഭകള്? ലോകസഭ അല്ലെങ്കിൽ രാജ്യസഭകളിൽ ഏതെങ്കിലും ഒന്നിൽ മന്ത്രിയോ സ്വകാര്യ അംഗമോ അവതരിപ്പിക്കുന്നു. ഇനി 2ാമത്തെ വായനയിൽ ഈ ഘട്ടത്തിൽ ബില്ല് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കുകയോ സഭയിൽ തന്നെ ചർച്ച ചെയ്യുകയോ ചെയ്യുന്നു. കമ്മിറ്റി ഘട്ടം എന്നറിയപ്പെടുന്നത്, അതായത് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കുകയോ അല്ലെങ്കിൽ സഭയിൽ തന്നെ ചർച്ച ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഇതിനെ കമ്മിറ്റി ഘട്ടം എന്നറിയപ്പെടുന്നത്. മാറ്റങ്ങളോ ഭേദഗതികളോ ഒക്കെ ഈ ഘട്ടത്തിൽ സ്വീകരിക്കും. 3ാം വായന എന്ത് ചെയ്യും? അവസാനത്തെ അല്ലേ, അപ്പോഴേക്കും ബില്ല് അംഗീകരിക്കണം അല്ലെങ്കിൽ നിരസിക്കണം. അംഗീകരിക്കാൻ നിരസിക്കുകയും ചെയ്യാം. അത് ആകെ 3 വായനയുള്ളൂ. 3ാമത്തെ വായനയിലാണല്ലോ അത് ചെയ്യേണ്ടത്. നിരസിക്കുകയും ചെയ്യുന്നു. ഇതേ പ്രക്രിയ 2ാമത്തെ സഭയിലും ആവർത്തിക്കപ്പെടുന്നു. കണ്ടോ, ഇതേ പ്രക്രിയ 2ാമത്തെ സഭയിലും ആവർത്തിക്കപ്പെടുന്നു. അതായത് ബില്ല് അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യുന്നു. ഇപ്പൊ ലോകസഭയിലാന്ന് വെച്ചാൽ അതേ ആവർത്തനം തന്നെ എവിടെയും ചെയ്യാണ്? രാജ്യസഭയിലും കഴിയുന്നു. ഓക്കെ, ഇരു സഭകളും അംഗീകരിക്കുന്ന പക്ഷം ബില്ല് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായിട്ട് സമർപ്പിക്കപ്പെടും. രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുന്നതോടുകൂടി ബില്ല് നിയമമായിട്ട് മാറും.
അപ്പോൾ ഇങ്ങനെയാണ് ഒരു ബില്ല് പാർലമെന്റിൽ നിയമമാകുന്നതിന്റെ ഘട്ടങ്ങൾ കേട്ടോ. 3 വായനകളുണ്ട്. ആ 3 വായനയിലും ഇത് ചോദ്യമാണ്. കമ്മിറ്റി ഘട്ടം അറിയപ്പെടുന്നത് ഏതിലാന്ന് ചോദിച്ചിട്ടുണ്ട്, 2ാം വായനയിലാണ് കേട്ടോ. അപ്പോൾ 3 വായനയിലും എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് വേർതിരിച്ച് തന്നെ പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇതുപോലെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടോ? സപ്പോർട്ട് ഭയങ്കര കുറവാണ് കേട്ടോ. നിങ്ങൾ ഇങ്ങനെ പഠിക്കുക. ഇങ്ങനെ പഠിച്ചിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും ഡെയിലി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് തിങ്കളാഴ്ച മുതൽ ഡെയിലി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇടാം. LGS ലെവലിൽ നടത്തിയതും 10ാം ക്ലാസ് നിലവാരത്തിൽ പ്രിലിംസ് നടന്ന എക്സാമിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ഇട്ട് തരാം. ആ ക്വസ്റ്റ്യൻ പേപ്പറും ഇതേപോലെ ടോപ്പിക്കുകൾ സ്റ്റേറ്റ്മെന്റിനെ നേരിടാൻ വേണ്ടിയിട്ട് ടോപ്പിക്കുകളും പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ സുഖമായിട്ട് മാർക്ക് വാങ്ങിക്കാൻ പറ്റും. പിന്നെ ഒപ്പം നിങ്ങൾക്ക് ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകളും തന്നു വരുന്നുണ്ട് കേട്ടോ. എല്ലാം പരമാവധി സപ്പോർട്ട് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഒക്കെ എഴുതി അറിയിക്കുക. ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക കേട്ടോ. നിങ്ങൾ ഒരുപാട് ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ടാവില്ല, നിങ്ങൾക്ക് ഒരുപാട് കൂട്ടുകാരൊക്കെ ഉണ്ടാവും. അവർക്കൊക്കെ നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.